ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2171. ഇന്ന് ഡിസംബർ മാസം 10-ാം തീയതി, 344-ാമത്തെ ദിവസത്തിലെത്തി. എന്തധികാരത്താലാണ് നീ ഇത് ചെയ്യുന്നത്? വിശുദ്ധ ബൈബിളില്, സുവിശേഷങ്ങളിൽ മനുഷ്യർ ഉയർത്തിയൊരു ചോദ്യമാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ മനുഷ്യരുടേതായി ചോദ്യം ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. എന്തധികാരത്താലാണ് നീ ഇത് ചെയ്യുന്നത്? അണ്ഡകടാഹത്തിന്മേൽ മുഴുവൻ അധികാരം കൈയാളുന്ന ദൈവത്തോടാണ് മനുഷ്യന്റെ അല്പത്തിൽ നിറഞ്ഞ ഈ ചോദ്യം. നല്ലൊരു തർക്കം കേൾക്കാൻ ഒരുപക്ഷെ ആളുകൾ ചുറ്റും കൂടിയിട്ടുണ്ടാവും. അവരെയൊക്കെ ക്രിസ്തുയേശു പതിയെ നിരാശരാക്കുകയാണ്. ഉത്തരം മുട്ടിക്കുന്ന ഒരു മറു ചോദ്യമാണ് ക്രിസ്തു അവരോട് ചോദിക്കുന്നത്. ഒടുവില് നമുക്കിടയിലും ഒന്ന് കാര്യമായി പരതിയാൽ എന്തുമാത്രം വാദപ്രതിവാദങ്ങളാണ്, അനാവശ്യമായ തർക്കങ്ങളാണ് നടക്കുന്നത്. എന്തിനായിരുന്നു എന്ന് പിന്നീട് മിക്കവാറും പരിതപിക്കാൻ പാകത്തിന്. തർക്കങ്ങളെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ജനന പെരുന്നാളിലേക്ക് ഓരോ ദിനവും അടുത്തെത്തുന്ന നമ്മൾ ബോധപൂർവം ഒരു നിലപാട് സ്വീകരിക്കേണ്ടതാണ്. പരമാവധി തർക്കങ്ങളിൽ നിന്ന് ഞാനൊന്ന് ഒഴിഞ്ഞു മാറും. തർക്കത്തിലൊരു കുഴപ്പം എന്താണെന്നറിയാമോ? എഴുത്തുകാരനായ ആദരണീയനായ ആനന്ദ് പറയുന്നുണ്ട്, അപ്പുറത്ത് പറയുന്ന ആളുടെ ആ ഒരു അഭിപ്രായത്തെയോ നിലപാടിനെ അല്ല നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുക, മറിച്ച് അതിന് ഏതു വിധത്തിൽ ഒരു മറുപടി കൊണ്ട് അതിൻ്റെ മുന്നേടിക്കാമെന്നുള്ള ഒരു ചിന്തയിലാവും. അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് വല്ലാതെ പരിക്കേറ്റ് വ്രണപ്പെടുന്നു. പ്രത്യേകിച്ച് ഒന്നും നേടാതെ മാനനഷ്ടവും സമയനഷ്ടവും പേറി ഓരോരുത്തരും മടങ്ങിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുയേശു കാട്ടിത്തരുന്നൊരു മാതൃകയുണ്ട്. എന്തധികാരത്താലാണ് നീ ഇത് ചെയ്യുന്നത്? തിരിച്ചൊരു ചോദ്യമുണ്ട്. ഞാനും മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. യോഹന്നാൻ സ്നാപകന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നുള്ളതാണോ അതോ ഭൂമിയിൽ നിന്നുള്ളതാണോ? അതോടുകൂടി ക്രിസ്തുയേശുവിനെ ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ ആഗ്രഹിച്ച ആ ഒരു സമൂഹം നിശബ്ദരാകുക. കാരണം യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പിന്നെ നിങ്ങളത് വിശ്വസിച്ചില്ല, സ്വീകരിച്ചില്ല എന്ന് ചോദിക്കും. അത് വെറും മനുഷ്യരിൽ നിന്നുള്ള ഒരു തട്ടിപ്പാന്ന് പറഞ്ഞാൽ യോഹന്നാനെ ആ സമൂഹം ഒരു വലിയ പ്രവാചകനായി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ തനിക്കെതിരാവും. ഏതുത്തരം പറഞ്ഞാലും കുഴപ്പമാവെന്ന് കണ്ടാവും നിശബ്ദരാകുകയാണ്. ഓർത്തു നോക്കി, ഒരു തർക്കത്തിനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കെ ക്രിസ്തുയേശു അതിനെ എപ്രകാരം കൈകാര്യം ചെയ്യുന്നു? അതൊരു ആത്മബലത്തിൽ നിന്നാണ്, ഒരു വ്യക്തതയിൽ നിന്നാണ്. നമ്മൾ പലപ്പോഴും തർക്കിക്കാൻ മുതിരുന്നതും തർക്കത്തിന് ഇരയാകുമ്പോൾ നിന്നു കൊടുക്കുന്നതുമൊക്കെ ഒരു വ്യക്തത കുറവിൽ നിന്നുകൂടിയാണ്. ക്രിസ്തു ആകുന്ന ആ വെളിച്ചത്തിൻ്റെ വ്യക്തതയെ സ്വീകരിപ്പാനായിട്ട്, ആ വെളിച്ചത്തിലും വ്യക്തതയിലും നിലനിൽപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ശ്രമിക്കാം. ആമേൻ.